LDF-ന്റെ പ്രകടന പത്രിക നാളെ പുറത്തു വരും. അപ്പം എന്തായാലും തുടർഭരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്, അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന വേറൊരു കൂട്ടരുമുണ്ട്. എന്തായാലും പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ പ്രതീക്ഷയ്ക്കുള്ള വക എന്തായാലും അതിലുണ്ടാകുമോ അതോ ഇല്ലയോ? LDF-ന്റെ പ്രകടന പത്രികയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത്. അല്ലാതെ അധികാരമില്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടരല്ല. എന്നുവെച്ചാൽ അവർക്ക് കഴിഞ്ഞ പ്രകടന മാനിഫെസ്റ്റോ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലുണ്ടായിരുന്ന 99.9% കാര്യങ്ങളും LDF സർക്കാർ പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതായത് 100% അവർ പറഞ്ഞിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് ഫിനിഷ് ചെയ്തു. വിശ്വസിക്കാം. തന്നെയുമല്ല, പിന്നെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പല വകുപ്പുകളിലായിട്ട് 18 മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നത് കുടിശ്ശിക കൊടുത്തു തീർത്തത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ള കാര്യം ജനത്തിനറിയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യം, UDF-ന്റെ ഒരു പ്രകടന പത്രിക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 5 ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പ്രകടന പത്രിക. അതായത് 3000 രൂപ ക്ഷേമ പെൻഷനായിട്ട് കൊടുത്തും, സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പിന്നെ എന്തായിരുന്നു, വയോജന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ഗുണം, ഇതെല്ലാം ഒരു എന്താ പറയുക, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അവതരിപ്പിച്ചു. നമ്മളിതിനെ 2 ആയിട്ട് നമുക്ക് കാണണം. ഒന്ന്, നമുക്കറിയാവുന്ന കഴിഞ്ഞ നവംബർ മാസത്തിൽ കേരളത്തിലെ 64,000 സംതിങ് കുടുംബങ്ങളെ അതീവ ദാരിദ്ര്യമുക്തം എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചു. ദാരിദ്ര്യമുക്തമല്ല, അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ്. ആ അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുമ്പോൾ അതിദാരിദ്ര്യം അതാണ്, അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് റേഷൻ കാർഡ് അടക്കമുള്ള രേഖകളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അപ്പോൾ അതിദരിദ്രന്മാരില്ലാത്ത ഒരു നാടാക്കി രാജ്യത്തെ ഏക സംസ്ഥാനം എന്നുള്ള ഒരു പ്രസക്തി നമ്മുടെ കേരളത്തിന് ലഭിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്നാൽ പ്രതിപക്ഷ കക്ഷികളെയും BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത് അപമാനകരമായ കാര്യം. അവർ വിവാദം ഉണ്ടാക്കിയല്ലോ, ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ അതിദാരിദ്ര്യം എന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു പ്രശ്നം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേരളക്കാരല്ല, അവർ മറ്റെവിടെ ഏതോ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന അന്യഗ്രഹ ജീവികളെ പോലെയാണ് കേരളത്തിൻ്റെ കാര്യങ്ങളിൽ പലപ്പോഴും ഈ പ്രതിപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അധികാരവും വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേരളം എൻ്റെ നാടാണ് എന്നുള്ള തോന്നൽ. അല്ലാത്ത സമയത്തെല്ലാം കേരളത്തിന് കേരളം എന്ന് പറയും. ഇതാ അവസ്ഥ. ഇപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, സർക്കാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അത് ദാരിദ്ര്യമുക്തമാക്കി. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ 5 ലക്ഷത്തോളം വരുന്ന വീടുകൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തു. പട്ടയ വിതരണം നടത്തി. അത് K. രാജൻ മിനിസ്റ്റർക്ക് അറിയാം. 4 ലക്ഷത്തോളം വരുന്ന പട്ടയ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. വയനാട് ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ടൗൺഷിപ്പ് നടത്തി 25,000 രൂപ വീതം പ്രതിമാസം അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ അവർക്ക് ബാക്കിയുള്ളവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, 30-നും 65-നും മധ്യ പ്രായമുള്ള സ്ത്രീകൾക്കുള്ള പെൻഷനും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന അധികാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പ്രകടന പത്രിക പുറത്തേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തിലെ ഹൈലൈറ്റ്. അപ്പോൾ അവർ പറയുന്ന കാര്യം അവർക്ക് ചെയ്യാൻ സാധിക്കും. കാര്യം സർവ്വസന്നാഹങ്ങളുമുണ്ട്, എല്ലാ സന്നാഹങ്ങളുമുണ്ട്. അപ്പം ധനകാര്യ വകുപ്പാണെങ്കിൽ ധനകാര്യ വകുപ്പുണ്ട്. പിന്നെ ഈ പറയുന്ന KSRTC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പിന്നെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നടത്താം. കാരണം എന്താ, KSRTC വകുപ്പ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് KSRTC വകുപ്പിനെ പ്രതിദിനം 9 മുതൽ 12 കോടി രൂപ വരെ വരുമാനം കിട്ടുന്ന ഒരു അസറ്റാക്കി മാറ്റിയ ഒരു KV ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി അവരുടെ കയ്യിലുണ്ട്. ആ പുള്ളി തന്നെയായിരിക്കും അടുത്ത ഓണയും പിന്നെ ഭരിക്കാൻ പോകുന്ന പിന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്ന മന്ത്രി. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കും, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികളുണ്ട്. ആ ക്വാളിറ്റി പിണറായി വിജയനുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായി വിളിച്ച് അന്വേഷിക്കുക, ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിങ്ങിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ഓർമ്മിപ്പിക്കേണ്ട സമയത്തിനെ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ സകല ക്വാളിറ്റിയുമുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും. അത്
ഏത് മന്ത്രിമാരോട് ഇപ്പം അവിടെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന, എനിക്ക് തോന്നുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല, ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അത്ര കണ്ണിങ് ആയിട്ട് ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യാനും ഒരു മടിയുമില്ലാത്ത, വേണ്ടി വന്നാൽ ഏത് രാത്രി വേണേലും ഫോൺ ചെയ്യാൻ പോലും മടിയില്ലാത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ. സോ ഇത്രയും ജനങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ളൊരു നേതാവാണ് പിണറായി വിജയൻ. സോ ഇനി അവർ പറയാൻ പോകുന്ന LDF സർക്കാർ ഇനി ഇത് മുന്നോട്ട് വെക്കുമ്പോൾ, അവർ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചാൽ ഉറപ്പായും ഇത് പാലിക്കപ്പെടുന്നതായിരിക്കുമെന്ന് ജനത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ LDF സർക്കാർ ഇനി നാളെ പറയാണ് ഞങ്ങൾ 3500 ആക്കി തന്നേക്കാം ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കാരണം എന്താ, പറഞ്ഞിരിക്കുന്ന ഇടതുപക്ഷമാണ്, അവരുടെ കയ്യിലാണ് എല്ലാ സിസ്റ്റവും, അവരുടെ കയ്യിലാണ്. ഇപ്പോൾ പെൻഷൻ ഉയർത്തുന്നതിന് സിസ്റ്റം, അതെ, ഇവിടെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, അതിനുള്ള സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്. എല്ലാ സിസ്റ്റവും ഈ 10 വർഷം കൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. എല്ലാ സിസ്റ്റവും. ഇവിടെ പാലം നിങ്ങൾക്ക് പാലം പണിഞ്ഞ് തന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലം നാളെയോ മറ്റന്നാളോ അതിൻ്റെ ബാക്കി പ്രവർത്തനം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിനെ ക്രോഡീകരിക്കാൻ കഴിയുന്ന ശക്തനായ നേതൃത്വം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനുണ്ട്. ആ മന്ത്രിമാരെല്ലാം കറക്റ്റ് ഓർഡർലി എങ്ങനെയാണോ അതിനനുസരിച്ച് ഒബേ ചെയ്യുന്ന കുറച്ച് മന്ത്രിമാരും കേരളത്തിനുണ്ട് എന്നുള്ളത് ജനത്തിനറിയാന്നേ. ഇപ്പം തന്നെ നമ്മളറിയാം, എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു വേദിയിൽ വെച്ചിട്ട് ശിവൻകുട്ടിയോട് വന്നിട്ട് ആ കുട്ടിക്ക് വീടില്ല എന്ന് പറയുന്നു. സ്വന്തമായിട്ട് എനിക്കൊന്ന് നല്ലൊരു സ്പോർട്സ് താരം അങ്ങനെ എന്തോ ആയിരുന്നു. ശിവൻകുട്ടി മന്ത്രിയോട് വന്നിട്ട് പറയാണ് വീടില്ല എന്നുള്ളൊരവസ്ഥ. മന്ത്രി പെട്ടെന്ന് തന്നെ ഫോണിൽ വിളിക്കുന്നു, അത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കും, ആ വീടിന്റെ കാര്യം നോക്കി. ആ കുട്ടിക്ക് വീടായെന്നേ. ഇങ്ങനെ ഒരു സിസ്റ്റം ഇത്ര കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കേട്ടില്ലേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? ആ വീടിന്റെ കാര്യം നോക്കിയേക്കണേ. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വീട് വന്നു. ആ കുട്ടി സ്വന്തമായ വീട്ടിലേക്ക്, അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് കയറി കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ഫാസ്റ്റായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഒരു സർക്കാർ സംവിധാനങ്ങളെ ആകമാനം കൊണ്ടുവരാൻ കഴിഞ്ഞതല്ലേ ഒരു സർക്കാരിൻ്റെ വിജയം അല്ലേ? ഇപ്പോൾ ഈ പറയുന്ന പോലെ ടൗൺഷിപ്പ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാവുന്നു. ഇത് ലോകോത്തരം തന്നെയാണ്, ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഇങ്ങനൊരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ഇല്ലേ? പിന്നെ ഈ പറയുന്ന പോലെ പ്രളയം വന്നു, ഓക്കി വരുന്നു, കുരങ്ങിന് പോലും ഭക്ഷണം കൊടുക്കണം, തെരുവ് നായകൾക്ക് ആഹാരം കൊടുക്കണം. ഇതാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞത്. ഇതെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ കരുത്ത് തെളിയിച്ച് നിൽക്കുന്ന, അല്ലെ കഴിവ് തെളിയിച്ച് നിൽക്കുന്ന ഒരു സർക്കാർ കുറക്കുന്ന വാഗ്ദാനങ്ങളിലാണോ ജനം വിശ്വസിക്കേണ്ടത്? അവരുടെ പേര് പറഞ്ഞുകൊണ്ട്, സാധാരണക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ശവം തൂക്കം എന്ന് പറയുന്ന പരിപാടി നടത്തിക്കൊണ്ട് പണം മോട്ടിച്ച് അവർ പുട്ടടിച്ച് നിൽക്കുന്ന ഒരു മുന്നണിയാണോ ജനം വിശ്വസിക്കേണ്ടത്? ഇത് ആലോചിക്കണം. അങ്ങനെ ഒരു മുന്നണിയാണോ സ്വാഭാവികമായിട്ടും ജനം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? അല്ല. ഇതിൽ തെളിയിച്ച് നിൽക്കുന്നവരെ വേണോ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ 25 ലക്ഷം രൂപ എല്ലാവരും കേൾക്കുന്ന പാടെ, അയ്യോ ഉമ്മൻചാണ്ടി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവരും ചാടുകയാണ്. ഇതിനകത്ത് കബളിപ്പിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മളുടെയൊക്കെ വീട്ടിലേക്ക് ഇപ്പോൾ UDF പ്രതിനിധികൾ ഇപ്പം വോട്ട് അഭ്യർത്ഥനയായിട്ട് വരുന്ന സമയത്ത് ഒരു ഫോം ഉണ്ടാവും. ആ ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റകൾ കൊടുക്കണം, പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ അടക്കം. എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന് വരുന്ന ഒരാൾ നമ്മുടെ മൊബൈൽ നമ്പർ ആക്സസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ മൊബൈൽ നമ്പർ അവർക്ക് ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മുടെ മൊബൈൽ നമ്പർ കൊണ്ടുവന്നത്? അവരപ്പോൾ അവരോട് പറഞ്ഞ് ഇൻഷുറൻസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അവർക്ക് എന്തോ ഒതൻറ്റിസിറ്റി ഉണ്ട്. അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ വരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമ്പോൾ ആ പ്രചരണത്തിന് വന്നിട്ട് അവിടെ നിന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ നമ്പർ മേടിച്ച് കൊണ്ടുപോകാൻ, ഇൻഷുറൻസ് നമ്പർ മേടിച്ചുകൊണ്ട് പോകാൻ ആരാണ് അവർക്ക് ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ഓതറൈസേഷൻ കൊടുത്തിരിക്കുന്നത്? ഉണ്ടോ? ഇല്ല. കാരണം ആലോചിക്കേണ്ട കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പദ്ധതി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലായിട്ടില്ലാത്തൊരു പദ്ധതിയാണ്. ഇതുവരെ നടപ്പിലായിട്ടേ ഇല്ല പദ്ധതി. കാരണം എന്താ? ആ വാഗ്ദാനമായി അവശേഷിക്കുന്നൊരു കാര്യമാണ്. ആദ്യം ഇതിനകത്ത് വേണ്ടത് എന്താ? UDF അധികാരത്തിൽ എത്തുക എന്നുള്ളതാണ് ആദ്യം നടക്കേണ്ട കാര്യം. അത് ആദ്യം നടക്കുമോ എന്നുള്ളത് നോക്കിയിട്ട് പോരെ. അതിനുശേഷമാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. ശരിക്കും ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾക്ക് വരും, ഇൻഷുറൻസ് പദ്ധതി വരും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം UDFന് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ്. 71 സീറ്റ് മിനിമം ജയിക്കുക എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് UDF അധികാരത്തിൽ കയറുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് വേണം ഈ ഒരു പദ്ധതി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. അതും ഈ 25 ലക്ഷം രൂപ കോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കിട്ടുന്ന പല കമ്പനികളുണ്ട്. ഈ കമ്പനികളുമായിട്ട് ആലോചിച്ച് ഇതിൽ ഏത് കമ്പനിയാണ് ബെറ്റർ എന്ന് കണ്ടെത്തി, അങ്ങനെ കാര്യം ബെനഫിറ്റ് കിട്ടണം.
ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് അതിന് ഏതൊക്കെ ആശുപത്രിയിലേക്ക് ഉമ്മൻചാണ്ടി ഇത് കൊടുക്കാവുന്നുള്ള കാര്യം നോക്കി ഇവരെല്ലാം കൊണ്ടുവന്ന് ഇവർക്ക് കാർഡുകൾ ഇഷ്യൂ ചെയ്തു. വെറുതെ പറ്റില്ലല്ലോ, പ്രീമിയം പിന്നെ എന്താ പറയുക കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലേ അതിന് റൺ ത്രൂ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര പ്രോസസ്സ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പേരിൽ ചെന്നിട്ട് ഇവർ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഇവരിതെല്ലാം ഇൻഷുറൻസ് കമ്പനികൾക്ക് കൈമാറും. ഈ ഡേറ്റ ഇൻഷുറൻസ് കമ്പനികൾ കൈമാറി കഴിഞ്ഞാൽ അവർ നാളെ മുതൽ വിളിച്ചു തുടങ്ങും. ഇപ്പം നമുക്കറിയാം പോളിസി ബസാർ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ചിലപ്പോൾ ഒരു എൻക്വയറിക്ക് വേണ്ടി ഇൻഷുറൻസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ജസ്റ്റ് കയറി നോക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് നമ്മുടെ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ എന്തിനെങ്കിലും ഇൻഷുറൻസ് തീർന്നിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കയറി ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഏതൊക്കെയാണ് നമുക്ക് പറ്റിയ പാക്കേജസ് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പാക്കേജസ് വരും. അത് കഴിഞ്ഞാൽ അടുത്ത മൊമെന്റ് മുതൽ നമ്മുടെ ഫോണിലേക്ക് കോള് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നേ. വീട്ടമ്മമാരും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ മൊബൈൽ നമ്പറാണ് ഈ ഔട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഹൈക്കോടതി വരെ കേസിന് പോയിരുന്നു ഈ പറയുന്ന UDF ഡേറ്റ ചോർച്ച എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ തരത്തിലുള്ള ഡേറ്റ ചോർച്ച മാന്യമായി വീട്ടിൽ വന്ന് മൊബൈൽ നമ്പരും അഡ്രസ്സും എഴുതിയെടുത്ത് കൊണ്ട് കൊടുക്കുകയാണെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിൽ ജനം എങ്ങനെ വിശ്വസിക്കണമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കും. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം സർക്കാർ ഇവിടെ പിന്നെ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിൽക്കുന്നു. അവരിനി എന്ത് പ്രകടന പത്രിക ഇറക്കിയാലും ജനം വിശ്വസിച്ചേ പറ്റൂ. അവർ വിശ്വസിക്കുമെന്നേ. ഇപ്പൊ അവർ പറയണേ 3500 രൂപ ഞങ്ങൾ പെൻഷൻ തരാം. സർക്കാർ ജനം കണ്ണും പൂട്ടി വിശ്വസിക്കും. ഇവിടെ 3000 രൂപയേ ഉള്ളൂ. ഞങ്ങൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തരാം, അതിനുവേണ്ടി ഞങ്ങൾ ഇത്ര കോടി രൂപ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാൽ തീർന്ന് അവിടെ പെട്ടു. അപ്പോൾ ഇവര് പൈസ വരെ നീക്കി വെച്ചു കഴിഞ്ഞ ധനകാര്യ വകുപ്പ് കഴിഞ്ഞില്ലേ. അപ്പൊ നടപ്പിലായി. നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അധികം നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് 5 ദിവസം ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് സർക്കാരാണ് നിർവഹിക്കുന്നത്. ഇപ്പം ആക്സിഡന്റ് പറ്റിയ ഒരാൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി സർജറി വേണം. ഉടനെ അവർ വിളിച്ചിട്ട് വീട്ടുകാരോട് പറയണത് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ശരി കേട്ടോ. ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗിയെ വിളിച്ചിട്ട് പറയുകയാണ്, അത് രോഗിയുടെ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു അടിയന്തര സർജറി വേണം, ഒരു 5 ലക്ഷം രൂപ ഇപ്പോൾ വേണം. നിന്ന നിലയ്ക്ക് എന്ത് ചെയ്യും? നിന്ന നിലയ്ക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ സർക്കാരിൻ്റെ ഒരു ഇത് വർക്ക് ചെയ്യുകയാണ്. ഒരു ആക്സിഡന്റ് പറ്റി ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യത്തെ 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് സൗജന്യം സർക്കാർ പണം കൊടുക്കുന്നു. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തോളൂ, സർക്കാർ തരും. മെഡിക്കൽ റിപ്പോർട്ടുകൾ അവിടെ കൊണ്ട് ഹാജരാക്കി കഴിഞ്ഞു കാര്യം. ഈ രീതിയിൽ വരെയാണ് ഇവിടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് എന്തിനാ പറയാ, പേര് ബ്രാൻഡ് ചെയ്യാനാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുക. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പേരിനെ അവർക്ക് സെന്റിമെന്റലായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. ഉമ്മൻചാണ്ടിയുടെ ഒരു പണവട സ്നേഹം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു പണത്തൂക്കം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സ്നേഹമൊന്നും ഉമ്മൻചാണ്ടിയോട് ഈ പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാളെ ഇനി ഇടതുപക്ഷ സർക്കാർ ഏത് പ്രകടന പത്രിക പുറത്തിറക്കിയാലും ശരി, അത് ജനം 2 കൈ നീട്ടി സ്വീകരിക്കും. കാര്യം അത് നടക്കാൻ പോകുന്ന പദ്ധതിയാണ് എന്ന് എല്ലാ ജനത്തിനും വളരെ കൃത്യമായി അറിയാം. അവർ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതാണ്.